ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ AKCA ജില്ലാ സമ്മേളനം ഏറ്റുമാനൂരിൽ നടന്നു. സാൻ ജോസ് കൺവെൻഷൻ സെന്ററിൽ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത പ്രസംഗത്തിൽ പ്രതിപാദിച്ചു, എല്ലാവരെയും പോലെ നമ്മുടെ ഒരു സംഘടന നമുക്ക് ഉണ്ടാകും. വളരെ പ്രയാസമുള്ള കൂട്ടരാണ് സംഘടന ഉണ്ടാകുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ശരിയാണ്. കാരണം ഈ രംഗത്ത് വലിയ കോമ്പറ്റീഷനുള്ള ഫീൽഡാണ് കാറ്ററിംഗ് രംഗം. ആ കാറ്ററിംഗ് രംഗത്ത് വലിയ മത്സരാധിഷ്ഠിത സമീപനം വളർന്നു വരുമ്പോൾ സ്വാഭാവികമായി വളരെ പെട്ടെന്ന് കൂടിയ ഒരു സംഘടനയായി രൂപാന്തരപ്പെടുക കുറേ വിഷമമുണ്ട്. എന്നിരുന്നാലും അതെല്ലാം സഹിച്ച് ഇപ്പോൾ ഏത് രംഗത്തും ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ മാത്രമേ തങ്ങളുടെ പ്രശ്നങ്ങൾ സമൂഹ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും അവസരമുണ്ടാകൂ എന്ന ധാരണയോടെ ഏതായിരുന്നാലും ഇവിടെ നമ്മൾ സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി ആ സംഘടന ഇപ്പോൾ അതിൻ്റെ ശൈശവദശയും ബാല്യവും കൗമാരവും ഒക്കെ പിന്നിട്ട് യൗവനത്തിലേക്ക് കടക്കുന്ന സന്ദർഭം എത്തിയിരിക്കുന്നു. കാറ്ററിംഗ് മേഖലയിൽ സഹകരണ സംഘം രൂപീകരിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. സഹകരണ സംഘം രൂപീകരിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കാറ്ററിംഗ് മേഖലയിൽ വലിയ മത്സരമാണ് നടക്കുന്നതെന്നും രുചിക്കൂട്ടും മികച്ച സേവനവുമാണ് ഈ ബിസിനസ്സിൻ്റെ പ്രധാന ആകർഷക ഘടകമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. രൂക്ഷമായ വിലക്കയറ്റം കാറ്ററിംഗ് മേഖലയിലുള്ളവരെ സാരമായി ബാധിക്കുന്നുണ്ട്. പ്രതിനിധി സമ്മേളനത്തിൽ AKCA കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജ്ജി ജേക്കബ് അധ്യക്ഷനായിരുന്നു. ജില്ലാ രക്ഷാധികാരി ഏലിയാസ് സക്കറിയ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ജോസ് ഫിലിപ്പ് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. പുതിയ ജില്ലാ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റ് സജ്ജി ജേക്കബ്, സെക്രട്ടറി ബിജു തോമസ്, ട്രഷറർ സെബാസ്റ്റ്യൻ ജോസഫ് എന്നിവരെ ഐകകണ്ഠ്യേന തെരഞ്ഞെടുത്തു. AKCA മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി V സുനുകുമാർ റിട്ടേണിംഗ് ഓഫീസറായിരുന്നു.